ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കോവൽ കൃഷിയാണ്. കോവൽ കൃഷി രണ്ടെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത് ഒന്നുകൂടെ കാണിക്കുകയാണ്. കാരണം ഗ്രോ ബാഗിനകത്ത് കോവൽ കൃഷി നടത്താമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു കോവൽ കൃഷി ഗ്രോ ബാഗിനകത്ത് നടത്താൻ ബുദ്ധിമുട്ടാണ്, കാരണം അതിന് നല്ല വേരൊക്കെ ഉള്ളതല്ലേ, അപ്പം ചാക്കിനകത്ത് ഒന്നും നട്ടോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് കോവൽ കൃഷി ഗ്രോ ബാഗിനകത്ത് ചെയ്തു. പക്ഷേ നല്ലതുപോലെ അത് കിളിച്ച് വരുന്നുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോവൽ തണ്ട് കുഴിച്ചിടുന്നതെന്ന് നോക്കാം. 3 രീതിയിലാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ കോവലിൽ നിന്ന് കമ്പ് വെട്ടിയാലും മതി. അഥവാ നമ്മുടെ വീട്ടിൽ കോവലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നോ നമ്മുടെ അയലത്തുള്ള വീട്ടിൽ നിന്നോ ഒക്കെ നമുക്ക് കമ്പുകൾ ശേഖരിക്കാമെന്നേ ഉള്ളൂ. തമ്മിൽ എല്ലാവരും സഹകരിച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിൽ പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കോവലിൽ തന്നെ വെട്ടിയ കമ്പാണിത്. അപ്പോൾ ഇത് 3 മുട്ട് ഇങ്ങനെ വേണം കേട്ടോ. വെട്ടുമ്പോൾ 3 മുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കുഴിച്ചിടാം. അപ്പോൾ ആദ്യം തന്നെ ഗ്രോ ബാഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം എൻ്റെ ഒരു പഴയ ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിനകത്ത് തക്കാളി നേരത്തെ നട്ടിരുന്ന ഒരു തക്കാളിയുടെ ഗ്രോ ബാഗ് എടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മണ്ണങ്ങ് മാറ്റിക്കളയണം. നമ്മൾ ഇവിടം വരെ മണ്ണുണ്ടായിരുന്നു. വളമൊക്കെ ഇട്ട് പല ടൈമിൽ നമ്മൾ വളമിട്ട് മണ്ണ് ഇവിടം വരെ നിറച്ച ഒരു ഗ്രോ ബാഗായിരുന്നു. അപ്പം നമ്മൾ കുറേ മണ്ണ് അതിൽ നിന്ന് അങ്ങ് തട്ടിക്കളയുക, മാറ്റി വെക്കുകയെന്ന് വെച്ചാൽ തട്ടിക്കളയാന്ന് വെച്ചാൽ മാറ്റി വെക്കാം, നമുക്ക് പിന്നെ ഉപയോഗിക്കാം. എന്നിട്ട് ഇത്രയും മണ്ണ് ഒരു 1/2 ഭാഗം മതി കേട്ടോ. ഈ കവറിൻ്റെ 1/2 ഭാഗത്തോളം മണ്ണ് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് തട്ടി മാറ്റുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന മണ്ണെല്ലാം പുറത്ത് ഒരു പാത്രത്തിനകത്തോട്ട് ആക്കി വെച്ചിട്ട് അതിനകത്ത് കരിയില നിറച്ചിട്ട് പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണ് ഇതിനകത്തോട്ട് നിറയ്ക്കണം. മിക്സ് ചെയ്ത മണ്ണെന്ന് വെച്ചാൽ ചാണകപ്പൊടിയും ചാരവും കുമ്മായവും കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഒരാഴ്ചയെങ്കിലും നമ്മൾ മിക്സ് ചെയ്തിട്ടേക്കണം. ആ മണ്ണ് വേണം ഇതിനകത്ത് നിറയ്ക്കാനായിട്ട്. ഇത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മണ്ണ് മിക്സ് ചെയ്തിട്ടേക്കണമെന്ന് പറയുന്നത്. വെള്ളമൊക്കെ തളിച്ച് മണ്ണും വളമായിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഈ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കുക. കണ്ടുകൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ റാ ഷേപ്പിൽ വേണം ഇതിനെ കുഴിച്ചിടാനായിട്ട്. ഇതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കോവലിൻ്റെ. അപ്പോൾ കുറേ പേര് കോവലിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ കിളിച്ചുവെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു രീതി. ഗ്രോ ബാഗിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ വളം ഇട്ട് കൊടുക്കണം. കാരണം ഇതിന് നല്ല വേരോട്ടമൊക്കെ ഉള്ളതാണ്. കാരണം ഇതിന് തറയിൽ പോയി വളമൊന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല രീതിയിൽ ഇതിന് വളം കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ചാണകമൊക്കെ കലക്കിക്കൊണ്ടൊന്ന് ഒഴിക്കാം വളർന്നതിന് ശേഷം. ഇപ്പോൾ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വളമൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ഇത് വളർന്ന് വരുന്നതിനനുസരിച്ച് അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടെ, നമ്മുടെ വിരലിൻ്റെ വണ്ണമുള്ള കമ്പെങ്കിലും വേണം നമ്മൾ കോവൽ തണ്ട് എടുക്കാനായിട്ട്. നടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെറും പിഞ്ച് കമ്പ് കൊടുക്കരുത്, ഒരുപാട് മൂത്ത കമ്പ് കൊടുക്കരുത്. നമ്മുടെ വിരലിൻ്റെ വലുപ്പത്തിലുള്ള കമ്പ് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഇനി രണ്ടാമത്തെ രീതിയാണ് കാണിക്കുന്നത്. അതിനകത്ത് 3 മുട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് നല്ലോണം ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് ചരിച്ച് വേണം ഇതിനെ വയ്ക്കാനായിട്ട്. കുത്തനെ ഇങ്ങനെ അങ്ങ് വയ്ക്കരുത്. ഇതിനെ നമ്മളൊന്ന് ചരിച്ചിട്ട് വേണം വയ്ക്കാൻ. ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്ത് നടുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ വളമൊക്കെ ഇട്ടിട്ട് 1 സ്പൂൺ കുമ്മായം ഇട്ടിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ നമ്മൾ കുറേ നടാനെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 സ്പൂൺ കുമ്മായം ഒക്കെ ഇട്ടിട്ട് വേണം ഇളക്കി വയ്ക്കാനായിട്ട്, മണ്ണിളക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോ ബാഗിനകത്ത് നട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1 സ്പൂൺ കുമ്മായം ഇട്ട് നല്ല 2 പിടി ചാണകവും ചാരവും ഒക്കെ ഇട്ടിട്ട്, ചാരവും ഒരുപാട് ഇടണ്ട, 1 പിടി ചാരവും 2 പിടി ചാണകവും ഇട്ടിട്ട് വേണം ഈ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ രീതി എന്ന് വെച്ചാൽ, ഇപ്പം ഗ്രോ ബാഗിനകത്ത് മണ്ണ് സ്വല്പം ഒന്ന് മാറ്റിയതിന് ശേഷം അതിനെ കിടത്തിയാണ് നമ്മൾ കിളിപ്പിച്ചെടുക്കുന്നത്. ഈ ഗ്രോ ബാഗിനകത്ത് നിൽക്കുന്ന കമ്പായിരിക്കണം കേട്ടോ. ഒരുപാട് വലിയ കമ്പ് എടുത്തിട്ട് ഗ്രോ ബാഗ് കീറിക്കളയരുത്. ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് താത്ത് ഒഴിച്ചിട്ട് നമുക്ക് ആ നടുക്കോട്ട് സ്വല്പം മണ്ണിട്ട് കൊടുക്കാം. ഈ അറ്റത്തും സ്വല്പം മണ്ണിട്ട് ഇതിങ്ങനെ പൊങ്ങി വരാതെ താത്ത് പിടിച്ചേക്കണം. വേര് പിടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ആയിപ്പോകും, ഉറച്ചോളും. 2 ഭാഗം പുറത്തോട്ട് കാണത്തക്ക രീതിയിൽ വെച്ചിരുന്നാൽ അതിനകത്ത് മുള വന്നോളും. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് നട്ട് വെച്ചിരിക്കുന്നതായ കോവലാണിത്. അപ്പോൾ ഇത് റാ ഷേപ്പിൽ നട്ടതാണ്. ഇത് നേരെ നട്ട് കോവലാണിത്.
ഇതിപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇത് കിടത്തി നട്ട കോവലാണിത്. അപ്പോൾ ഇതിങ്ങനെ വള്ളി ഇങ്ങനെ വന്നോളും, കണ്ടല്ലോ. ഇതും അതേപോലെ റാ ഷേപ്പിൽ നട്ടതാണ്. എല്ലാം നല്ലതുപോലെ വരുന്നുണ്ട്. ഇതിനകത്ത് വളവും കൂടെ ഇട്ട് കൊടുക്കുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ചുവടൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. നല്ലതുപോലെയൊക്കെ വളമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതിലിങ്ങനെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കാം. തൽക്കാലം എൻ്റെ ജൈവവളമില്ല, ജൈവവളം തീർന്നു പോയി. ഇപ്പം ചാണകം, ആട്ടിൻ കാഷ്ടം, ചാരം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അപ്പം അതൊന്ന് ഇട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളം കൊടുക്കണം കേട്ടോ, കാരണം ഇതിന് പുറത്തുനിന്ന് വളം എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ സ്വല്പം മണ്ണും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിട്ട് കൊടുക്കാം. മീൻ കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ തലയൊക്കെ ഇതിൽ മണ്ണൊന്ന് മാന്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മണ്ണൊക്കെ ഒന്ന് മാന്തിയിട്ട് നമ്മൾ മീൻ കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ പിടിച്ചു വന്നോളും. പക്ഷേ എങ്കിൽ പട്ടിയോ കോഴിയോ പൂച്ചയോ ഒന്നും മാന്താത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് വെക്കണം. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വളമിട്ട് കൊടുക്കണം. ആഴ്ച തോറും നമ്മളിങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കി ഇട്ട് കൊടുത്താൽ ഇതിന് നല്ല വേരോട്ടമൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി, വലിയ ബലമൊന്നും പ്രയോഗിക്കണ്ട. അപ്പോൾ ഇനിയും കോവൽ നടാത്തവരൊക്കെ ഒന്ന് നട്ട് നോക്കണം കേട്ടോ. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. സ്ഥലമുള്ളവർക്കും ഇങ്ങനെയും ചെയ്യാം. അപ്പം കിടത്തി നട്ടേക്കുന്നതിനെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യാം. നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട് കണ്ടോ. ജൈവവളം കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ അടിയിൽ കരിയില ഇടുന്നത് കൊണ്ട് കരിയില അവിയുമ്പോഴത്തേക്ക് മണ്ണും എല്ലാം അങ്ങ് താഴും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളവും മണ്ണും ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടാം. മണ്ണും കൂടെ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് നീക്കി വെച്ച മണ്ണാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഈ കവറൊക്കെ നമുക്കൊന്ന് മൂത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ മണ്ണൊക്കെ നിറച്ച് കൊടുക്കാം. നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ ഈ കവറൊക്കെ ഇങ്ങനെ മടക്കി വയ്ക്കും അല്ലേ. നല്ലതുപോലെ വിസ്താരത്തിലാക്കിയിട്ട് കിടത്തി നമ്മൾ നട്ടതിനകത്തും കൂടെ മണ്ണിട്ട് കൊടുക്കാൻ നല്ല ആരോഗ്യത്തിൽ അത് വളർന്നു വരുന്നുണ്ട്. കവറൊക്കെ അങ്ങോട്ട് നൂർത്ത് വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അത് വളരുന്നതിനനുസരിച്ച് ഇനി നമുക്ക് ഇത്രയും സ്ഥലം കൊണ്ടല്ലോ പിന്നെ ഇട്ട് കൊടുത്താലും മതി. അപ്പം ഇത് പിന്നെ വള്ളി പന്തലോട്ട് കയറ്റാൻ ഒരു പാടും ഇല്ല, ഒരു പ്രയാസവും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ റാ ഷേപ്പിലുള്ളതിന് അതിനകത്തോട്ട് ഒരു കയറ് ലൂസായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിരുന്നാൽ മതി. ടൈറ്റൊന്നും ആക്കരുത്. അവിടെ ലൂസായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് അത് മുകളിലോട്ട് പന്തലിലോട്ട് അങ്ങ് കയറ്റി വിട്ടാൽ മാത്രം മതി. ഇങ്ങനെയുള്ളത് നമ്മൾ നൂത്ത് ചെയ്തതും ഇതേപോലെ ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു വെട്ടുമാതിരി ഉണ്ട്. അപ്പം ഈ കയർ ഇങ്ങനെ അങ്ങ് നിന്നോളും. ഇങ്ങനെ അങ്ങ് ഒരു കയർ കെട്ടി, അത് പ്രത്യേകിച്ച് ഈ ഇതാണ് നല്ലത് കേട്ടോ. ഈ പിന്നെ ചകിരിയുടെ കയർ മേടിച്ചിട്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി കയറില്ലാന്നുള്ളവർ പിന്നെ കയ്യിൽ തുണി മതിയെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മൾ പൈസ ചിലവാക്കാത്ത രീതിയിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. അധികം പൈസ ചിലവാകാത്ത രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാം. ഇങ്ങനെ കിടത്തി ചെയ്തത് നമ്മൾ ഓടിട്ട്, നമ്മൾ പയറിനകത്തൊക്കെ ചെയ്തായിരുന്നല്ലോ, ഓടിട്ടിട്ട് കയറ് കെട്ടി കൊടുക്കുന്ന ആ രീതി ചെയ്താൽ മതി ഇത്. കാരണം ഇതിനകത്തൊന്നും വേറെ വള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടത്തി കുഴിച്ചിട്ട് കമ്പങ്ങ അടിക്കായി പോയല്ലോ. അപ്പോൾ ഓടിട്ട് വേണം ഇതിനകത്ത് കയറ് കെട്ടി കൊടുക്കാനായിട്ട്. ഒരാഴ്ചയോടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോവൽ പടർന്ന് പന്തലിനകത്തോട്ട് കയറി കഴിഞ്ഞു. പഴയ കോവൽ നട്ടിരുന്ന പന്തൽ തന്നെയാണ്. അതിനകത്തോട്ട് പടർന്ന് കയറി
നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിനകത്ത് കണ്ട കാ പിടിക്കാനും തുടങ്ങി കേട്ടോ. ഇത് നല്ലതുപോലെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്ന കായും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് വരുന്ന ഒരു രോഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് വീർത്ത് വരുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ തണ്ട് വീർത്ത് വരുന്ന ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതാണ്ട് ഇത് കണ്ടാൽ ഇങ്ങനെ വരും. അതങ്ങോട്ട് കാ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട. കായൊന്നും പിടിക്കാതെ ഇങ്ങനെ വീർത്തങ്ങ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അവിടെ നിന്ന് വേറെ കൊമ്പുകൾ വന്നോളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീർത്ത് വരുന്ന എന്ത് ചെയ്യും ചേച്ചിന്നൊക്കെ, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഉറുമ്പിനെ ഒന്നും കയറ്റി വിടാതിരിക്കുക. ഉറുമ്പെല്ലാം കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇലയെല്ലാം കൂടെ ചുരുട്ടി ഞാൻ കളയും. അപ്പോൾ ഉറുമ്പ് കൂടുന്നു എന്നുണ്ടെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പുഴുവൊക്കെ അഥവാ കൂടുകയെന്നുണ്ടെങ്കിൽ ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനിയുണ്ട്, അത് തളിച്ചു കൊടുത്താൽ മതി. അത് ഒരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയാമോ, ഒരു സ്പൂൺ സുഡോമോണസ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഈ ഇലയിലും പൂവിലും ചുവട്ടിലുമൊക്കെ തളിച്ചു കൊടുത്താലും അതിൻ്റെ കീടശല്യങ്ങളൊക്കെ ഒഴിവായിട്ട് നമുക്ക് നല്ല കായപ്പിടുത്തമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കോവയ്ക്ക കാണുകയും ചെയ്യും, നമുക്ക് കറി വയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങോട്ടിലെ കായൊക്കെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കായൊക്കെ പിടിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് നമ്മൾക്ക് വിഷത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി കിട്ടണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്തുള്ളവർ ചെയ്യും, ഇപ്പോൾ അവർ ചെയ്യുമ്പോൾ അവരുടെ പരിസരത്തുള്ളവർ ചെയ്യും. അങ്ങനെ നമ്മുടെ നാടിനെ നമുക്ക് വിഷവിമുക്തമാക്കി എടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോവൽ നടിയിൽ രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ടുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ